പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പേര് അൽഫോൻസ മരിയ എസ്. ഞാൻ പാലാ ചമ്മലമറ്റം LFHS സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നവംബർ 20 വ്യാഴാഴ്ച ദീപിക ദിനപത്രത്തിൽ വന്ന കൊച്ചേട്ടന്റെ കത്ത്. കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, 3 ആറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയൊരു പാതയുണ്ട്. വലിയ ആൾ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരരംഗമാണ്. പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട്. സഹപാഠിയാവാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം. കുടുങ്ങിക്കുഴിഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെ കൗശലങ്ങളുടെയും ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയബാധ. കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലെ ഒരു മരച്ചോട്ടിലിരുന്ന് പ്രണയ കേളികളാടുകയായിരുന്നു. അപ്പോൾ ഒരു പറ്റം കൊടും വിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത്, നീ എൻ ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കുളവികൾക്ക് നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നു കണ്ടവർക്ക് തോന്നിയത്. പ്രിയ കൂട്ടുകാരെ, കുളവി കുത്തു കൊണ്ടവരല്ല, അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ DCL കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി. എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ടെന്ന് ചിന്തിച്ചു. 2 ശീർഷകങ്ങൾ മനസ്സിൽ വന്നു. കൗമാരത്തിന് കുത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത്. എന്നാൽ കാമുകൻ കാലും നാലും മറിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലെന്ന് ഓർത്തു. മകൾക്ക് മുഖത്ത് കുളവി കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ മനസ്സിൽ കുത്തുന്നുണ്ടാവുമല്ലോ. മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു. അതിനാൽ കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത്? കൂട്ടുകാരൻ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ, സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ, സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ്. എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന മാതാപിതാക്കൾ അറിയാതെ ചെങ്ങാതി കെണികളിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടെന്നു വരും. നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ്. മാതാപിതാക്കളും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന് വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും? മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും. അതിനാൽ കള്ളം വെടിയാം, ഉള്ളം വെടിപ്പാക്കാം. കുളവിക്കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.